ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് കേരളത്തിൽ നിന്ന് എങ്ങനെയാണ് മൈസൂർ ദസറ കാണാൻ വേണ്ടിയിട്ട് ട്രെയിൻ മാർഗം പോവുക എന്നുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മളിവിടുന്ന് 2:15 ട്രെയിൻ വരുന്നത്. ഏർനാട് എക്സ്പ്രസ് ആണ് കേട്ടോ, 16606 ട്രെയിൻ നമ്പർ. അപ്പോൾ നമ്മൾ മംഗലാപുരം എത്തിയതിന് ശേഷം അവിടുന്ന് നമ്മൾ വേറെ ട്രെയിനിനാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ മംഗലാപുരം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളിനി മൈസൂർ ജംഗ്ഷനിലേക്കാണ് വണ്ടി കയറേണ്ടത്. SMVT ബാംഗ്ലൂർ എക്സ്പ്രസ്സിനാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. അപ്പോൾ വണ്ടി നമ്പർ വരുന്നത് 16586 കേട്ടോ. മുരുടേശ്വരത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മംഗലാപുരം എത്തുമ്പോൾ 6:35 PM കേട്ടോ. പിന്നെ മൈസൂർ ജംഗ്ഷനിലെത്തുമ്പോൾ 3:30 AM എത്തുക. അപ്പോൾ മംഗലാപുരത്ത് നിന്ന് ഡെയിലി ഉണ്ട് കേട്ടോ ഈ വണ്ടി. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാൻ മൈസൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മൈസൂർ പാലസിലേക്ക് 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോ ടാക്സി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ പാലസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകുന്ന വഴിയാട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു മനുഷ്യനെ കണ്ടേരം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് തോന്നി. അപ്പോൾ ഞാനിവിടെ എത്തുമ്പോൾ വൈകുന്നേരം 4 മണിയായി കേട്ടോ. അപ്പോൾ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെല്ലാം പോയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് 120 രൂപയാണ് കേട്ടോ. അപ്പോൾ കൊട്ടാരത്തിലെ ലൈറ്റ് ഷോ ഒക്കെ നടക്കുന്നത് രാത്രി 7 മണിയാവും കേട്ടോ. അപ്പോൾ ഞാനവിടെ എത്തുമ്പോൾ സ്റ്റേജ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കിൽ കാണുന്ന ആ സീറ്റിലൊക്കെ നമുക്ക് ഇരിക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന സീറ്റിൽ നമ്മൾ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഈ കാണുന്നതെല്ലാം പൂക്കളാണ് കേട്ടോ. അതിൻ്റെ നടുക്കൊക്കെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കൊട്ടാരത്തിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ചെരുപ്പ് ഇതിൻ്റെ അകത്തേക്ക് അലോഡല്ല കേട്ടോ. അപ്പോൾ അവിടെ കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ. കർണാടകയിലെ മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം. അംബാവിലാസ് കൊട്ടാരം എന്നും ഇത് പ്രാദേശികമായി അറിയപ്പെടുന്നു. മൈസൂർ ഭരിച്ചിരുന്ന വാഡിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന സ്ഥലവും കൂടിയാണ് മൈസൂർ കൊട്ടാരം. കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂര് അറിയപ്പെടുന്നത്. മൈസൂരിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരവും ഇതാണ്. വാഡിയാർ രാജാക്കന്മാർ 14-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. എന്നാൽ ഇത് പിൽക്കാലത്ത് പലവട്ടം തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ഉണ്ടായി. നാം ഇന്ന് കാണുന്ന കൊട്ടാരത്തിൻ്റെ നിർമ്മാണം 1897 ആരംഭിക്കുന്നത്. 1912 ഇതിൻ്റെ പണി പൂർത്തിയായി. 1940കളിൽ ഈ കൊട്ടാരം വീണ്ടും വിസ്തൃതമാക്കുകയുണ്ടായി. ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ കൊട്ടാരം. പ്രതിവർഷം 27 ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത്.
ദസറ എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മലയാളികൾക്ക് നമ്മളെ മനസ്സിൽ ഓടിയെത്തുന്നത് മൈസൂർ ദസറ തന്നെയാണ്. മൈസൂർ ദസറ കണ്ട ഒരാൾ അടുത്ത വർഷം തുടങ്ങുമ്പോഴും എവിടെയായാലും ആ കാഴ്ച കാണാൻ അവിടെ എത്തും. നവരാത്രി നാളുകളിലുമാണ് മൈസൂർ ദസറയും ആഘോഷിക്കുന്നത്. കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് നടക്കാനുണ്ട്. എന്തായാലും നല്ല നല്ല കാഴ്ചകളാണ് നമുക്ക് നടന്നു പോകുമ്പോൾ കാണാൻ കഴിയുന്നത്. മൈസൂർ ദസറ വളരെ ആവേശത്തോടെയും വിപുലമായ അലങ്കാരങ്ങളോടെയും ആഘോഷിക്കുന്നു. മൈസൂർ നഗരങ്ങൾ മുഴുവനും പ്രകാശപൂരിതമായ തെരുവുകളും അലങ്കരിച്ച മരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ലോകത്തിലെ പലയിടങ്ങളിൽ നിന്നും ആൾക്കാർ ഈയൊരു മൈസൂർ എത്തിച്ചേരുന്നുണ്ട്. ദസറയും അതുപോലെ തന്നെ മൈസൂർ കൊട്ടാരവും കാണുവാൻ പല സ്ഥലങ്ങളിൽ നിന്നുമാണ് ഇവിടെ ആൾക്കാർ എത്തിച്ചേരുന്നത്. 2025 സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെ മൈസൂർ ദസറ ആഘോഷിക്കും. ഈ സമയത്ത് പ്രകാശപൂരിതമായ മൈസൂർ കൊട്ടാരവും മുഴുവൻ നഗരവും കാണാൻ ഒരു മനോഹരമായ കാഴ്ചയാണ്. പ്രകാശപൂരിതമായ കൊട്ടാരത്തിന് മുന്നിൽ കർണാടകയുടെ നൃത്തവും സംഗീതവും സംസ്കാരവും എന്നിവയെ ഉയർത്തിക്കാട്ടുന്ന വിവിധ സാംസ്കാരിക മതപരമായ പരിപാടികൾ അരങ്ങേറും. വോഡയാർ രാജകീയ ദമ്പതികളുടെയും സംസ്ഥാന ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ചാമുണ്ഡി കുന്നുകളിലെ ചാമുണ്ഡീശ്വരി ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നതോടെയാണ് ദസറ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മഹത്വമേറിയതും പ്രശംസിക്കപ്പെടുന്നതുമായ വാസ്തുവിദ്യാ സൃഷ്ടികളിൽ ഒന്നാണ് മൈസൂർ കൊട്ടാരം. ദസറ സമയത്ത് ആദ്യത്തെ 8 ദിവസങ്ങളിൽ 2025 സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെ വൈകുന്നേരം 7 മുതൽ രാത്രി 9 വരെയും
വിജയദശമി ദിനത്തിൽ 2025 ഒക്ടോബർ 2 വൈകുന്നേരം 7 മുതൽ രാത്രി 10 വരെയും കൊട്ടാരം 97,000 ഇൻകാണ്ടസെന്റ് വിളക്കുകൾ കൊണ്ട് പ്രകാശിക്കപ്പെടും. ഇത് അതിൻ്റെ മഹത്വവും സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് സന്ദർശകർ കൊട്ടാരത്തിൽ എത്തുന്നു. ഇത് തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. മൈസൂർ മഹാരാജാക്കന്മാരുടെ സംരക്ഷണ ദേവതയായ ചാമുണ്ടേശ്വരി ദേവി അസുരനായ മഹിഷാസുരനെതിരെ നേടിയ വിജയത്തിനെതിരെ അനുസ്മരിപ്പിക്കുന്നതാണ് മൈസൂർ ദസറ. തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത്. പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന മൈസൂർ ആഘോഷത്തിൻ്റെ ആകർഷണങ്ങളിൽ ഒന്നാണ് 1,00,000 ബൾബുകൾ കൊണ്ട് അലങ്കരിച്ച് ദിവസവും 7 മണി മുതൽ 10 മണി വരെ പ്രകാശിപ്പിക്കുന്ന മൈസൂർ കൊട്ടാരം. ആഘോഷങ്ങളുടെ 10 ദിവസം ആനകൾ നയിക്കുന്ന ജംബൂ സഫാരി എന്നറിയപ്പെടുന്ന വലിയ ഘോഷയാത്രയാണ് മൈസൂർ ദസറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. ഡ്രോൺ ഷോ, ഗുസ്തി, പ്രശസ്ത കലാകാരന്മാർ നയിക്കുന്ന സംഗീത വിരുന്നുകൾ തുടങ്ങിയ നിരവധി ദൃശ്യകലാ സാംസ്കാരിക പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള കിട്ടുക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.